വജ്രജൂബിലി നിറവിൽ സുപ്രീംകോടതി. സുപ്രീംകോടതി ഓഡിറ്റോറിയത്തിൽ വജ്രജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. Of technological advancement, it continues to make incredible strides in its institutional journey. Today, we shall witness the launch of 3 citizen-centric e-initiatives of the Supreme Court of India, such as the Digital Supreme Court Reports, DigiSCR, the Digital Courts 2.0, and the new website of the Supreme Court of India. अब मैं माननीय प्रधानमंत्री जी से निवेदन करती हूं कि वो अपने समक्ष रखे हुए रिमोट का बटन दबाकर इन इनिशिएटिव्स का औपचारिक रूप से लोकार्पण करें. The Supreme Court of India has consistently striven to assimilate tools of technology in its core operations to enhance. സുപ്രീം കോടതി വജ്രജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന്റെ തത്സമയ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ, ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അറ്റോർണി ജനറൽ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഡിജിറ്റൽ സുപ്രീംകോടതി റിപ്പോർട്ടുകൾ, DigiSCR, ഡിജിറ്റൽ കോടതികൾ 2.0, സുപ്രീംകോടതിയുടെ പുതിയ വെബ്സൈറ്റ് എന്നിവയ്ക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഡിജിറ്റൽ സുപ്രീംകോടതി റിപ്പോർട്ടുകളിലൂടെ രാജ്യത്തെ പൌരന്മാർക്ക് സുപ്രീംകോടതി വിധികൾ സൗജന്യമായും ഇലക്ട്രോണിക് രൂപത്തിലും ലഭ്യമാകും. 1950 മുതലുള്ള 36,308 കേസുകൾ ഉൾക്കൊള്ളുന്ന സുപ്രീംകോടതി റിപ്പോർട്ടുകളുടെ എല്ലാ വാല്യങ്ങളും ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകും. ജില്ലാ കോടതികളിലെ ജഡ്ജിമാർക്ക് ഇലക്ട്രോണിക് രൂപത്തിൽ കോടതി രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള കോഴ്സ് പദ്ധതിക്ക് കീഴിലുള്ളതാണ് ഡിജിറ്റൽ കോഴ്സ് 2.0 ആപ്ലിക്കേഷൻ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തത്സമയ അടിസ്ഥാനത്തിൽ സംഭാഷണം പകർത്തി എഴുതുന്നതും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതിയുടെ പുതിയ വെബ്സൈറ്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു.